ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തക്കാളി കൃഷി ആട്ടോ. സാധാരണ ആദ്യമായിട്ടൊക്കെ തക്കാളി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് അവർ ഓടി ചെന്നിട്ട് എവിടെ നിന്നും കുറച്ച് തക്കാളി തൈ വാങ്ങും, അല്ലെങ്കിൽ വിത്ത് വാങ്ങും. അതിൻ്റെ ഈ വിത്ത് മുളപ്പിച്ചിട്ട് നേരെ അത് കൊണ്ട് പറിച്ച് നടും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറയുന്നത്, ഈ സാധാരണ തക്കാളി തൈകൾക്ക് പൊതുവെ വാട്ടരോഗം പെട്ടെന്ന് ബാധിക്കും. ഈ വാട്ടരോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ ചെടി മൊത്തത്തിൽ പോവും. പിന്നെ പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും. പിന്നെന്ന് പറയുന്നത്, ഇവറ്റങ്ങൾക്ക് ഉണ്ടാകുന്ന കായ്കൾക്ക് തീരെ ഗുണനിലവാരം ഉണ്ടാവില്ല. പിന്നെ കായ്ഫലം വളരെ കുറവായിരിക്കും. ചെടിക്ക് ആരോഗ്യം, പിന്നെ പ്രതിരോധശേഷി ഇതൊന്നും തീരെ ഉണ്ടാവില്ല. പിന്നെ മണ്ണിൽ കൂടെ വരുന്ന വൈറസാണ് ഈ വാട്ടരോഗം ഉണ്ടാക്കുന്നത്. ഈ വൈറസ് മണ്ണിൽ കൂടെ വന്ന് അത് ചെടിയുടെ വേരിൽ കൂടെ കയറി ചെടിയെ മൊത്തത്തിൽ വാട്ടിക്കളയും. അപ്പോൾ ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള കഴിവൊന്നും സാധാരണ തക്കാളി തൈകൾക്കില്ല. അപ്പോൾ ഇതിന് പരിഹാര മാർഗം എന്ന് പറയുന്നത്, ഗ്രാഫ്റ്റഡ് ചെയ്ത തക്കാളി തൈകൾ കിട്ടും. ആ തക്കാളി തൈകൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഈ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി തൈയുടെ പ്രത്യേകത പറയുന്നത്, ഒന്ന് വാട്ടരോഗം തീരെ വരില്ല. അതായത് മറ്റൊരു ആരോഗ്യ ഗുണമുള്ള സസ്യത്തിലാണ് ഈ തക്കാളി തൈ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പേരുകൾക്ക് ഈ മണ്ണിൽ കൂടെ വരുന്ന വൈറസിനെ തടയാനുള്ള കഴിവുണ്ട്. അപ്പോൾ വാട്ടരോഗത്തിൻ്റെ കാര്യത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി തൈക്ക് വളരെ പ്രതിരോധശേഷിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വാട്ടരോഗം തീരെ വരില്ല. പിന്നെന്ന് പറയുന്നത്, ഉണ്ടാകുന്ന കായ്ഫലങ്ങൾ വളരെ കൂടും. പിന്നെ ഉണ്ടാകുന്ന കായകളൊക്കെ നല്ല ഗുണനിലവാരമുള്ള കായകളാകും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കൂടുതൽ ആരോഗ്യവും കൂടുതൽ പ്രതിരോധശേഷിയുള്ള ചെടികളാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കൂടുതൽ ആരോഗ്യവും പ്രതിരോധശേഷിയുള്ള ചെടികൾ ആയതുകൊണ്ട് തന്നെ കീടങ്ങളുടെ ആക്രമണമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ജൈവ കീടനാശിനികളോ അല്ലെങ്കിൽ മറ്റ് രാസകീടനാശിനികളോ നമുക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. അതാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഗുണം. എല്ലാ പച്ചക്കറി തൈകളിലും ഗ്രാഫ്റ്റ് ചെയ്യില്ല. എൻ്റെ അറിവിൽ തക്കാളിയിലും പിന്നെ വേറെ ഒരു പച്ചക്കറി തൈലുമാണ് ഗ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ പരമാവധി ഗ്രാഫ്റ്റഡ് ചെയ്ത തക്കാളി തൈ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ നമുക്ക് വരാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇനി എവിടെ നിന്ന് ഈ ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി തൈ കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലവും അവിടുത്തെ നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ തക്കാളി തൈ വെറുതെ കൊണ്ടുവച്ചത് മാത്രം ആയില്ല, അതിന് ആവശ്യമായ വളങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ ചെയ്യുമ്പോൾ സാധാരണ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് കോഴിക്കാട്ടാണ്. അപ്പോൾ പിന്നെ ചാണകപ്പൊടിയൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. പക്ഷേ പല കർഷകരും പല തരത്തിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.